നാച്ചുറലിസം ആൻഡ് ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. എന്തായിരുന്നു നമ്മളുടെ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഐഡിയലിസം? സെൽഫ് റിയലൈസേഷൻ അല്ലേ? സെൽഫിനെ തിരിച്ചറിയുക, അതിനെ റിഫൈൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി അതിൻ്റെ എല്ലാ കഴിവുകളും പുറത്ത് കൊണ്ടുവന്ന് റിയലൈസ് ചെയ്യിപ്പിക്കുക. സോ ഇവിടെ അഥവാ മോക്ഷം എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി നമുക്ക് സെൽഫ് റിയലൈസേഷനിൽ പറയാം. പക്ഷേ ഇവിടെ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു വിത്ത്, ആ വിത്തിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? അതിനെ നമ്മൾ എന്താ പഠിപ്പിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും ഓരോ വിത്താണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും നമ്മളെ പഠിപ്പിക്കാൻ പോകണ ഏറ്റവും നല്ല കാര്യം? ഇപ്പം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ജോലി മേടിക്കുക, ജീവിക്കുക. പക്ഷെ അതാണോ കാര്യം? ഇപ്പം എന്താ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കൊറോണ കാലമാണ് അതിനകത്ത് ഏറ്റവും നല്ല എക്സാമ്പിൾ. കൊറോണ കാലഘട്ടത്തിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നേടാൻ ആഗ്രഹിച്ച കാര്യം എന്താ? ജോലിക്ക് പോവുക, ശമ്പളം മേടിക്കുക, വീട്ടിൽ വരിക. അതാണോ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കുന്നത്? അതായത് നമ്മളെ പ്രിസർവ് ചെയ്യണം. പക്ഷേ ജോലിക്ക് പോവാതെ നമ്മൾ വീടിൻ്റെ അകത്തിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ ഇപ്പോൾ ഏറ്റവും വലിയ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ബസ്സിൽ കയറി അവിടെ ഇവിടെയൊക്കെ താങ്ങി ചൂടി പിടിച്ചൊക്കെ പോയിരുന്നെങ്കിൽ ഇപ്പം നമ്മളെങ്ങും തൊട്ട് മുട്ടാതെ മാസ്ക് ഒക്കെ ധരിച്ച് മാക്സിമം നമ്മളെ പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് നാച്ചുറലിസംകാർ പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ എയിം ഓഫ് എഡ്യൂക്കേഷൻ സെൽഫ് എക്സ്പ്രഷൻ. ഒരു വിത്ത് വൃക്ഷമായിട്ട് സ്വയം മാറുന്ന ഒരു എക്സ്പ്രഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അതുപോലെ നിങ്ങളുടെ കഴിവിനെ മൊത്തം പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനാലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചു തരിക. അതാണ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. സോ ദ ഒറിജിനൽ നേച്ചർ ഓഫ് ദി ചൈൽഡ് ഈസ് ഗുഡ്. ആ ഗുഡ്നെസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് സെൽഫ് പ്രിസർവേഷൻ. അതാണിപ്പോൾ പറഞ്ഞത്. എന്താണ്? ദ ചൈൽഡ് മസ്റ്റ് ബി എനേബിൾ ടു പ്രിസർവ് ആൻഡ് പ്രൊട്ടക്റ്റ് ഹിസ് ബോഡിയും മൈൻഡിനെയും അതുപോലെ അവൻ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് ഇത്ര നാൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത്ര വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇത്ര നല്ലൊരു എക്സാമ്പിൾ എനിക്ക് ഇതുവരെ പറയാൻ കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ പ്രകൃതിയിലെ ഏറ്റവും വലിയ സംഭവം, ഇപ്പോൾ ചെടികളെ വെച്ചിട്ട് നമ്മൾ പറയും ദ എക്സിസ്റ്റൻസ് ഓഫ് ഫിറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് നമ്മൾ പറയാറുണ്ട്. ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള മാത്രം സർവൈവ് ചെയ്യും, ബാക്കിയുള്ളത് കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു കുട്ടി ജീവിക്കണമെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? സെൽഫ് പ്രിസർവേഷനാണ് എന്ന് പറയും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് നിങ്ങളെ പ്രിസർവ് ചെയ്യുന്നത്? നിങ്ങളുടെ എല്ലാ കഴിവിലും നിങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും അതിനേക്കാളേറെ നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് സെൽഫ് പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്തായിട്ട് മാറി? B.Ed കോളേജിൽ വരലോ, ഡിഗ്രി എടുക്കലോ, ബാക്കിയൊക്കെ സെക്കൻഡറി ആയിട്ട് മാറി. ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് മാറിയത് എന്താ? സെൽഫ് പ്രിസർവൻസ്. നിങ്ങളെ പ്രിസർവ് ചെയ്യുക. കാരണം ജീവനുണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. ജീവിതത്തിന് വേണ്ടിയിട്ടാണല്ലോ ഡിഗ്രിയും കോഴ്സസും. അപ്പോൾ വൊക്കേഷൻ എന്ന് പറയുന്നത് എയിം ഓഫ് എഡ്യൂക്കേഷനിൽ ഇപ്പോൾ എത്ര താഴെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അടച്ചിട്ടിരിക്കുകയാണ്. ബാക്കി നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ എഴുതി കൂടി മാത്രമാണ്. നിങ്ങളെ പ്രിസർവ് ചെയ്തുകൊണ്ട് ഓൺലൈനിൽ തരാൻ പറ്റുമെങ്കിൽ തരാം, ഇത്രേ ചിന്തിക്കുന്നുള്ളൂ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അടച്ചിട്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇത്ര നാൾ കണ്ടിരുന്ന കുട്ടീനെ ഒരു ഡിഗ്രി മേടിക്കലോ വൊക്കേഷൻ മേടിക്കലോ ഇതൊന്നുമല്ല മെയിൻ എയിം എന്നുള്ളൊരു തിരിച്ചറിവ് ഈ കൊറോണ കാലം നമുക്ക് ഉണ്ടാക്കി തന്നു. സോ ഈ ഒരു തിരിച്ചറിവിൽ പണ്ട് കാലത്ത്, അതായത് BC-യിലാണ് ഈ പറയുന്നത്, ബിഫോർ ക്രൈസ്റ്റിൻ്റെ മുമ്പത്തെ കാലഘട്ടത്തിൽ നിന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് അവർ തിരിച്ചറിഞ്ഞ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആദ്യം സെൽഫ് റിയലൈസേഷൻ ആയിരുന്നു. നാച്ചുറലിസംകാരായപ്പോൾ അവരെന്ത് പറഞ്ഞു? ഒരു കുട്ടിയെ മാക്സിമം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതാണ് സെൽഫ് എക്സ്പ്രഷൻ. ആൻഡ് കുട്ടിയെ സ്വയം എന്ത് ചെയ്യാൻ പഠിപ്പിക്കുക? സെൽഫ് പ്രിസർവേഷൻ പഠിപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ എന്താകുന്നുള്ളൂ? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡിഗ്രി സമ്പാദ്യവും വൊക്കേഷനും ഒക്കെ ആകുന്നുള്ളൂ. ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻസ്. അത് the child's education should enable the child to adjust himself to the എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ കുട്ടിക്ക് കഴിവുണ്ടായിരിക്കണം, അതിനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം. സോ ആ ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ദാറ്റ് ഈസ് അഡ്ജസ്റ്റിംഗ് ടു ദ എൻവയോൺമെൻറ്റ്. നമ്മൾ മഴ വരുമ്പോൾ കുട നിവർത്തുക എന്നുള്ളത് എന്താണ്? നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആ പ്രകൃതിയോട് നമ്മൾ കുടയാകണം എന്നില്ല, ഒരു പക്ഷേ ഇല വെച്ചിട്ടായിരിക്കും നമ്മൾ ചൂടുന്നത്. പക്ഷേ ആ നമ്മൾ മഴയെ മാറ്റിമറിക്കുകയല്ല, അതിനോട് ഇണങ്ങി ചേർന്നുകൊണ്ട് ജീവിക്കുക. ചില സമയത്ത് നമുക്ക് ചില കൺട്രോൾസ് പ്രകൃതിയിൽ വേണ്ടി വരും. അപ്പോൾ ആ പ്രകൃതി ദുരന്തം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന് പോയി ആത്മഹത്യയല്ല ചെയ്യുന്നത്. അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് അതിന് വേണ്ട ചേഞ്ചസ് നമ്മളിൽ വരുത്തിക്കൊണ്ട് ജീവിക്കുക. And enjoyment of leisure time, that is another aim. And adaptation to environment, same thing.
ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ദ ചൈൽഡ് ഷുഡ് അഡാപ്റ്റ് ഹിംസെൽഫ് വിത്ത് എവർ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് ആൻഡ് ദ ഓട്ടോണമസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി പേഴ്സണാലിറ്റി. ദാറ്റ് ഈസ് കുട്ടിയെ വളരെ ഫ്രീ ആയിട്ട് അവൻ്റെ സെൽഫ് അക്വേർഡ് ഡെവലപ്മെൻറ്റിന് അവനെ സ്വയം ആർജിച്ചെടുത്ത് അവൻ്റെ സ്വന്തം സ്പീഡിൽ അവൻ്റെ കഴിവുകളെ പൂർണ്ണമായിട്ട് വികസിപ്പിക്കാൻ അനുവദിക്കുക. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് നമ്മളുടെ നാച്ചുറലിസംകാർ പറയുന്നത്. സോ ഇവരുടെ കരിക്കുലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുട്ടിയുടെ ഇന്നേറ്റ് പവേഴ്സ്, ഇൻട്രസ്റ്റ്, എബിലിറ്റി, പൊട്ടൻഷ്യാലിറ്റി എന്നിവയെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. സോ ഫോർ ദം അവരുടെ കരിക്കുലത്തെ 2 സ്റ്റേജസിലാണ് പറയുന്നത്, ഏർലിയർ സ്റ്റേജ് ആൻഡ് ലേറ്റർ സ്റ്റേജ്. അത് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളുടെ കുട്ടികൾക്ക് നൽകുന്ന ഇപ്പോൾ ഭയങ്കര വിവാദമായൊരു സംഭവം ഉണ്ടായിരുന്നു. ആ ടീച്ചറിൻ്റെ എഡ്യൂക്കേഷൻ രീതി, ഒരു കുട്ടികളോട് മിട്ടുപൂച്ചയെ എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി, അതിനെ കളിയാക്കി കുറച്ച് പേര്. ആക്ച്വലി കളിയാക്കേണ്ട കാര്യമുണ്ടോ? കുട്ടികളോട് പറയുമ്പോൾ ഏത് രീതിക്ക് വരണം, അവരോട് ആ രീതി ആ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷനാണ് വരുന്നത്. പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിൽ പോയിട്ടോ ഒരു ഡിഗ്രി ക്ലാസ്സിൽ പോയിട്ടോ ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ആ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അവിടെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല, നമുക്ക് തിരി വരും അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം അതാണ്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നമ്മൾ നൽകുമ്പോൾ 2 സ്റ്റേജസ് ആയിട്ട് തന്നെ അതിനെ പ്ലാൻ ചെയ്യണം, ഏർലിയർ സ്റ്റേജ് ആൻഡ് ലേറ്റർ സ്റ്റേജ്. കേൾക്കാനാണ്. ഫസ്റ്റ് വൺ ഈസ് ഏർലിയർ സ്റ്റേജ്. അവിടെ നത്തിങ് ഈസ് ടു ബി ടോട്ട്. കുഞ്ഞു കുട്ടികളെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അവർ നിങ്ങളായിട്ട് പ്രത്യേകിച്ച് കരിക്കുലം ഒന്നും പഠിപ്പിക്കരുത്. ആൻഡ് ടീച്ച് ദം വാട്ട് ദ ചൈൽഡ് ആസ്ക് ഫോർ. കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതി. കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിന്നാൽ നിങ്ങൾ ആ മറുപടി തേടി നിങ്ങൾ ഓടി ക്ഷീണിക്കും. കാരണം അവർ ഇന്ന് ചോദിക്കുന്ന എന്തുകൊണ്ടാണ് നക്ഷത്രം മിന്നണേന്നായിരിക്കും, നാളെ ചോദിക്കാൻ പോകുന്നത് ഭൂമി ഇങ്ങനെ തുറന്നു പോയാൽ അടിയിൽ എന്തായിരിക്കും കാണാൻ പോകുന്നതെന്നായിരിക്കും. അതായത് ആകാശം മുതൽ ഭൂമിയുടെ അടി വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഈ പൂവ് എങ്ങനെയാണ് വിരിയുന്നത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? സമസ്ത അറിവും ആ ചോദ്യങ്ങൾക്കുള്ളിലുണ്ട്. സോ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഹെൽത്ത് ട്രെയിനിങ്, സെൻസറി ട്രെയിനിങ്, പ്ലേ, സ്റ്റോറീസ്, സോങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏർലി ലെസൺസ് ആയിട്ട് പറയുന്നത്. മോണ്ടിസോറി മെത്തേഡ്, കിൻഡർ ഗാർഡൻ, ഫ്രെബൽസ് ഗിഫ്റ്റ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പണ്ട് ഇത് ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. മോണ്ടിസോറി മെത്തേഡിലൊക്കെ നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, കുട്ടികളെ ചില കളികളിലൂടെ, സ്റ്റോറീസിലൂടെ. മോണ്ടിസോറിയിൽ സ്റ്റോറി ഇല്ല, ആക്ച്വലി ഫെയറി ടെയിൽസ് ഇല്ല എന്നുള്ളൂ. കിൻഡർ ഗാർഡനിലൂടെ, KG-യിലൊക്കെ നടക്കുന്ന കൈൻഡ് ഓഫ് എഡ്യൂക്കേഷനിലെ കുട്ടികളെ കളികളിലൂടെ, പാട്ടിലൂടെ, അംഗൻവാടീസിലൊക്കെ നടക്കുന്ന കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ, പടം വരകളിലൂടെ. കുട്ടികൾ അങ്ങനെ പ്രത്യേകിച്ച് വേറെ സിലബസ് ഒന്നുമില്ല, അവർ കണ്ടും കേട്ടും വരച്ചും ചിരിച്ചും കളിച്ചും പഠിക്കട്ടെ. അങ്ങനെ അവരുടെ സെൻസ് ഓർഗൻസിന് കൂടുതൽ പ്രാധാന്യം നൽകുക. മോണ്ടിസോറിയുടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുതരാം. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് കുട്ടികൾ വരയ്ക്കാൻ പഠിക്കുക. അപ്പോൾ അവരുടെ ഫിംഗേഴ്സിൽ ഫിംഗർ ഡെക്സ്റ്ററിറ്റി എന്ന് പറയും. അപ്പോൾ അത് വരും. അങ്ങനെ ഒരു പയ്യെ അക്ഷരങ്ങൾ പഠിക്കും. പിന്നെ ഈ പറയണ പോലെ ഓരോന്ന് ഉരുട്ടാൻ പഠിക്കുക. പിന്നെ പല ഷേപ്പ്, ഉണ്ട സാധനം, സ്ക്വയർ ഷേപ്പിലെ സാധനം, അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഒരു ഷേപ്സ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. ഇനി ഇപ്പോൾ ബോൾ തന്നെ, ഇപ്പോൾ നമ്മൾ ഷോർട്ട് പുട്ട് നിങ്ങൾ വന്ന് എടുക്കുമ്പോൾ അറിയാം, നമ്മൾ കാണുമ്പോൾ ചെറിയ ബോൾ എന്ന് പറഞ്ഞ് വന്ന് എടുക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരേ വലുപ്പത്തിൽ ഡിഫറെൻറ്റ് വെയിറ്റ് ഉള്ള ബോളുകൾ കൊടുക്കും. അപ്പോൾ അവർക്ക് ആ കട്ടി എന്ത്, വെയിറ്റ് എന്ത് എന്നുള്ളൊരു കോൺസെപ്റ്റ് കിട്ടും. അതുപോലെ ഉരുട്ടി കളിക്കാനൊക്കെ പറയും. അപ്പോൾ ബോളൊക്കെ ആണെങ്കിൽ ഉരുണ്ട് പോകും, പക്ഷെ സ്ക്വയർ ഉരുളില്ല. അപ്പോൾ അവർക്ക് ഷേപ്സ് തമ്മിലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ കളികളിലൂടെ, അതുപോലെ മണം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മണം, അതുപോലെ ടേസ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റ് ഒക്കെ അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ കളികളിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കലാണ് ഏർലിയർ സ്റ്റേജിൽ ചെയ്യേണ്ടതെങ്കിൽ. ലേറ്റർ സ്റ്റേജ് ആകുമ്പോൾ അവരെ സയൻസ് സബ്ജക്ട്സ് പഠിപ്പിക്കുക. ഐഡിയലിസംകാർ പറഞ്ഞല്ലോ ഹ്യൂമാനിറ്റീസ്, ഫിലോസഫി, റിലീജിയൻ എന്നല്ല ഇവർ പറയുന്നത്. ഫിസിയോളജി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ലാംഗ്വേജസ്, സൈക്കോളജി, സോഷ്യൽ സ്റ്റഡീസ്, അരിത്തമാറ്റിക്സ്, ജോമെട്രി, ഫിസിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഇവർ പറയുന്നത്. ആൻഡ് കരിക്കുലത്തിലെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇവർ പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബി റിജിഡ് കരിക്കുലം, ദാറ്റ് ഈസ് സ്ട്രിക്റ്റ് ആയിട്ട് ഇന്നത് പഠിച്ചോളണം, അങ്ങനെയൊന്നും അവർ പറയുന്നില്ല. ദേ ആർ എഗെയിൻസ്റ്റ് ബുക്കിഷ് നോളേജ്. ഈവൻ അവർ പറയുന്നൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബേൺ ദ ബുക്സ് ആൻഡ് ബ്രേക്ക് ദ വാൾസ്. പുസ്തകം കത്തിച്ച് കളയുക. ആൻഡ് നിങ്ങൾ ഈ കെട്ടിയുണ്ടാക്കിയേക്കണ വിദ്യാലയങ്ങളുടെ ഈ മതിലുകളുണ്ടല്ലോ, മതിൽക്കെട്ടൊക്കെ, യു ജസ്റ്റ് ബ്രേക്ക് ഇറ്റ് ആൻഡ് ത്രോ ദ ചൈൽഡ് ടു ദ ബോണ്ടി ഓഫ് നേച്ചർ. കുട്ടിയെ ടു ദ ബോണ്ടി ഓഫ് നേച്ചർ. ബോണ്ടി മീൻസ് മടിത്തട്ട്, പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് കുട്ടിയെ വലിച്ചെറിയും. നിങ്ങളുടെ പുസ്തകമൊക്കെ കത്തിച്ചളയുക. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, സ്കൂളിൻ്റെ, ഈ കെട്ടിടങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് കെട്ടിയുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മതിൽക്കെട്ടുകളൊക്കെ
തച്ചുടച്ചിട്ട് ഈ കുട്ടിയെ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കും. സ്വാഭാവികമായിട്ടും അവൻ ആർജിക്കേണ്ട അറിവുകളാണ് ആർജിച്ചോളും എന്നാണ് പറയുന്നത്. സോ ദർ ഇസ് നോ റിജിഡ് കരിക്കുലം ആൻഡ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ബുക്കിഷ് നോളജ് ആൻഡ് സെൻസറി എക്സ്പീരിയൻസ്. അതിനാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ദാറ്റ് ഈസ് കുട്ടി കണ്ടും കേട്ടും സ്മെൽ ചെയ്തും ടച്ച് ചെയ്തും ടേസ്റ്റ് ചെയ്തൊക്കെ പഠിക്കട്ടെ. Then they gave emphasis on science. സയൻസിന് പ്രാധാന്യം നൽകി, ഫിസിക്കൽ എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകി, ആൻഡ് സ്റ്റഡി ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് പഴയ അതായത് കുട്ടിയുടെ എക്സ്പീരിയൻസസിലൂടെ അവൻ പഠിച്ച് വരുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. സോ കരിക്കുലം ഷുഡ് ബി ബേസ്ഡ് ഓൺ ചൈൽഡ് സൈക്കോളജി. അപ്പോൾ കുട്ടിക്ക് ഇവിടെ പ്രാധാന്യം വന്നു എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്ക് പ്രാധാന്യം വന്നു, സയൻസിന് പ്രാധാന്യം വന്നു. ഈ രണ്ട് ചേഞ്ചസാണ് അന്നേരം മെയിനായിട്ട് വന്നത്. ദർഫോർ ഇവർ പറയുന്നത് ഇൻഫൻസിയിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ചൈൽഡ്ഹുഡൊക്കെ ആകുമ്പോൾ അതായത് ഒരു 8 വയസ്സിന് ശേഷം അവന് സെൻസറി എഡ്യൂക്കേഷൻ, 6 വയസ്സ് മുതലൊക്കെ നമ്മൾ ഫിംഗർ ഡെക്സിലിറ്റി ഒക്കെ വരുത്താൻ തുടങ്ങും. ഒരു ബോയ്ഹുഡൊക്കെ ആകുമ്പോഴേക്കും അവന് ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ, ആൻഡ് അഡോളസൻ്റ് ഏജ് ആകുമ്പോൾ അവന് മോറൽ എഡ്യൂക്കേഷൻ. ഇങ്ങനെ വേണം പ്രൊവൈഡ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. 1 to 4, 4 to 6 to 8 എന്നുള്ള രീതി പറയും. ദെൻ ആ ഒരു ബോയ്ഹുഡ് എന്ന് പറയുന്നത് ഒരു 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെ, ആൻഡ് 12 വയസ്സ് അഡോളസൻസ് മുതൽ മോറൽ എഡ്യൂക്കേഷൻ. ഇതാണ് അതിൻ്റെ ഒരു കണക്കായിട്ട് പറയുന്നത്. ദെൻ നാച്ചുറലിസം ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. Now this naturalism, they are against all rigid uniform traditional methods of teaching പറയുകയാണെങ്കിൽ മറ്റൊരു ശ്രവണ മനന നിധ്യാസന പറഞ്ഞെങ്കിൽ ഇവിടെ ട്രഡീഷണൽ മെത്തേഡ്സിന് നേരെ എതിരാണ് പറയുന്നത്. ബുക്സ് മെത്തേഡ് ഇവിടെ അവർ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ബേൺ ദ ബുക്സ് ആൻഡ് ബ്രേക്ക് ദ വാൾസ് ആൻഡ് ത്രോ ദ ചൈൽഡ് ടു ദ ബോണ്ടി ഓഫ് നേച്ചർ. ആൻഡ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ആയിരിക്കണം ഇവിടെ ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡിനെ റീപ്ലേസ് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ ഇവിടെ എന്തിന് പ്രാധാന്യം നൽകി? എക്സ്പെരിമെൻറ്റേഷനും ഒബ്സർവേഷനും സയൻസിനും ഒക്കെ പ്രാധാന്യം നൽകുകയാണ്. സോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ഇത് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. എക്സാം പോയിന്റ് പറയാണ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ നാച്ചുറലിസം എന്നുള്ളൊരു ചോദ്യം വരാം. സോ ഇവിടെ റൂസോ ഗേവ് നോ ഇമ്പോർട്ടൻസ് ടു, റൂസോൻ്റെ വേർഡ്സ് ആണ് പറയുന്നത്, ഗീവ് യുവർ സ്കോളേഴ്സ് നോ വെർബൽ ലെസൺ, ഹി ഷുഡ് ബി ടോട്ട് ബൈ എക്സ്പീരിയൻസ് എലോൺ. സോ ഇവിടെ നാച്ചുറലിസത്തിൽ പറയുന്ന മെത്തേഡ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് പ്ലേ വേ മെത്തേഡ്. ഇത് മാത്രം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പ്ലേ വേ മെത്തേഡ്, ദാറ്റ് ഈസ് മീഡിയം ഓഫ് പ്ലേയിലൂടെ കുട്ടിയെ ഇപ്പോൾ നിങ്ങളോട് കളിക്കാൻ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സമയത്ത് കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി വരും, കോൺഫിഡൻസ് വരും, ആൻഡ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ കുട്ടികൾ എപ്പോഴും കിൻഡർ ഗാർഡനിലൊക്കെ കൂടുതലും ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് അതാണ് അല്ലേ. കുട്ടികളോടൊരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞാൽ ആക്ഷൻ സോങ് ഒക്കെ അവർ എത്ര എനർജറ്റിക് ആയിട്ടാണ് പാടാൻ പറഞ്ഞ് ചെയ്യുന്നത്. നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കിപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ മടിയാണ്. അത്രത്തോളം ആക്റ്റീവായിരുന്നു നമ്മൾ ആ പ്ലേ വേ മെത്തേഡിൽ പഠിച്ചിരുന്നപ്പോൾ എന്ന് നമ്മൾ ചിന്തിക്കുക. ദെൻ ലേണിംഗ് ബൈ ഡൂയിങ്, ദാറ്റ് ഈസ് കുട്ടിയോട് സ്വയം ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് through self activity and participation the child is learning everything. So that is another method, learning by doing. സ്വയം കുട്ടി ചെയ്ത് പഠിക്കുക കാര്യങ്ങൾ. And here the learner performs some task and based upon that task he will acquire knowledge. And third thing is learning by experiences. കുട്ടി ചില എക്സ്പീരിയൻസസിലൂടെ മേ ബി ത്രൂ ഹിസ് പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് നേച്ചർ അവൻ കാര്യങ്ങൾ ഗ്രഹിക്കുക. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഓട്ടോ എഡ്യൂക്കേഷൻ. അവനും പ്രകൃതിയും തമ്മിലുള്ള സംവാദത്തിലൂടെ ത്രൂ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അവൻ ഗ്രഹിക്കുക. ആൻഡ് അനദർ വൺ ഈസ് ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. അതെന്താ ഉദ്ദേശിക്കുന്നത്? കുട്ടി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് ഈവൻ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് നമുക്ക് പറയാം, അതിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുക. ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ഈസ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. എന്താ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ പ്രത്യേകത? ഹിയർ ഒരു എന്താ പറയുക, സയൻറ്റിഫിക് ആയിട്ടൊരു കാര്യം നമ്മളിവിടെ പ്ലാൻ ചെയ്യുകയാണ്. ആൻഡ് കുട്ടിയാണ് അതിനകത്ത് ഡിസ്കവറർ. കുട്ടിയാണ് നമ്മൾ സയൻറ്റിസ്റ്റായിട്ട് കൽപ്പിക്കുന്നത്. ആൻഡ് ദ ലേണർ ഈസ് എൻകറേജ് ടു ലേൺ എവറിത്തിങ് ബൈ ഡിസ്കവറിങ് തിങ്സ് ഫോർ ഹിംസെൽഫ്. എനി പ്രോബ്ലം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അദ്വൈത് പുറത്തുണ്ട്. ഓക്കെ. സോ ഇവിടെ എന്താ, കുട്ടിക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു കാര്യം കൊടുത്തിട്ട് അവനോട് തന്നെ പോയി കാര്യങ്ങൾ കണ്ടുപിടിച്ച് വരാൻ പറയുകയാണ്. സോ ദ പ്യൂപ്പിൾ ഈസ് കൺസിഡർ ഇൻ ദ പൊസിഷൻ ഓഫ് ഡിസ്കവറർ ആൻഡ് ദ ചൈൽഡ് ഈസ് ഫ്രീ ടു ഡു എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ലേൺ ബൈ ഹിംസെൽഫ്. കുട്ടി സ്വയം എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് അവൻ കാര്യങ്ങൾ പഠിച്ച് തിരിച്ചു വരികയാണ്. സോ ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു പ്രോസസ് ദെൻ പ്രോഡക്റ്റ്. കുട്ടിക്ക് ഇവിടെ ആ പ്രോസസ്സ്, അവൻ ലേണിങ്ങിലൂടെ എന്ത് അവൻ കണ്ടുപിടിച്ചു, ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതിലാണ് കാര്യമിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ സർവേ ചെയ്തു അല്ലേ. അപ്പോൾ സർവേയിൽ നിങ്ങൾ എന്താ ചെയ്തത്? ആ ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്തു, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തു,
ആ അനാലിസിസ് ഡാറ്റ നടത്തി, സർവേ നടത്തി, അതിൻ്റെ അനാലിസിസ് നടത്തി. നിങ്ങൾ കണ്ടുപിടിച്ച ആ പ്രോസസ്സിൻ്റെ ഉത്തരം, ആ പ്രോഡക്റ്റ് ശരിയാണോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ കടന്നു പോയ ആ പ്രോസസ്സ് ഉണ്ടല്ലോ, പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക, ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക വൃത്തിയായിട്ട്, എന്നിട്ട് അതിന് ഡാറ്റ കളക്ഷൻ്റെ ടൂൾസ് ഉണ്ടാക്കുക, ഡാറ്റ കളക്ട് ചെയ്യുക, ദെൻ അതിനെ അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ആ പ്രോസസ്സിനാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റിലയൻസ്, ക്രിയേറ്റിവിറ്റി മുതലായത് ഡെവലപ്പ് ചെയ്തോളൂ. സോ ഇതായിരുന്നു ആ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ലേണിംഗ് ബൈ ഡൂയിങ്, പ്ലേ വേ മെത്തേഡ്, ലേണിംഗ് ബൈ എക്സ്പീരിയൻസ്, ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. അതെ. അതായത് ഒബ്സർവേഷനിൽ എക്സ്പെരിമെൻറ്റ് വേണം എന്നില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ട് പഠിക്കാറുണ്ട്, പക്ഷെ നമ്മളതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മൾ കണ്ടുപഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. പക്ഷേ അത് വെറുതെ കാണുകയല്ല, അത് നമ്മൾ ആ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു സർവേ, ഞാൻ വേറൊരു കുട്ടിയുടെ സർവേ, നിങ്ങളുടെ ആ കുട്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി യു ആർ ഒബ്സർവിങ് ഹെർ പ്രോസസ്സ്, അല്ലേ? നമ്മുടെ കൂട്ടുകാരി ചെയ്ത പ്രോസസ്സ് അത് നിങ്ങൾ ചെയ്യുന്നില്ല. യു ആർ നോട്ട് എക്സ്പെരിമെൻറ്റിങ് ദാറ്റ്, ബട്ട് യു ആർ ഒബ്സർവിങ് ദാറ്റ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ട് പഠിക്കാറുണ്ട്. ഇപ്പോൾ ഒരു പൂവ് ഉണ്ടാകുന്നതും വാടുന്നതും വീഴുന്നതും നിങ്ങൾ അത് പഠിക്കണം. ഈ ലോകത്ത് എന്താണ്, നമ്മളും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഒരു കാലത്ത് നമ്മൾ മൊട്ടായിരിക്കും, ഒരു കാലത്ത് നമ്മൾ വിടർന്ന് വിലസിച്ച് നിൽക്കും, പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ വാടും, നമ്മൾ വീഴും, പിന്നെ നമ്മുടെ തലമുറകൾ പൊന്തി വരും. ഇത് നമ്മളൊരു പൂവിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് മരണം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ജീവിക്കാൻ രണ്ടാമതൊരു ജീവിതം അന്നേരം അവിടെ ബാക്കിയില്ല. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്ന മനസ്സിലാക്കിയത് എക്സ്പെരിമെൻറ്റിലൂടെ അല്ല നമ്മൾ മനസ്സിലാക്കിയത്, ഇറ്റ്സ് ത്രൂ ഒബ്സർവേഷൻ. അപ്പോൾ നേച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒബ്സർവേഷനിലൂടെ പഠിക്കുന്ന ഒരുപാട് അറിവുകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ആൻഡ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ഇതുപോലെ ഫ്രീ ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാൻ വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അവന് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. നിങ്ങൾ ഒരുപാട് റിജിഡിറ്റി കൊടുത്തു എന്നാൽ, അതായത് ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് അവന് യു ആർ ദ ലേണർ, യു ആർ ദ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവനെ നമ്മൾ വിടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഹി മസ്റ്റ് ബി പ്രൊവൈഡഡ് 100% ഫ്രീഡം സോ ദാറ്റ് ഹി ക്യാൻ ഡു ദ എക്സ്പെരിമെൻറ്റ്സ് ബൈ ഹിസ് ഓൺ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ദ സ്ലോഗൻ ഓഫ് നാച്ചുറലിസം ഈസ് ഫ്രീഡം. ഇവിടെ ഇവരുടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീഡം തന്നെയാണ്. നോ എക്സ്റ്റേണൽ ഡിസിപ്ലിൻ ത്രൂ ദ എക്സസൈസ് ഓഫ് ഫ്രീഡം. കുട്ടി അവൻ ആ ഫ്രീഡം എൻജോയ് ചെയ്ത് വരുമ്പോൾ അവിടെ നിന്ന് പണി കിട്ടുമ്പോൾ അവൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സെൽഫ് ഡിസിപ്ലിൻ പഠിച്ചോളും. സോ ഡിസിപ്ലിൻ ബൈ നാച്ചുറൽ കോൺസിക്വൻസസ് ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് ഓൺ ആക്ട്സ്. അവൻ്റെ നാച്ചുറൽ കോൺസിക്വൻസസ്, അവൻ്റെ പ്രവൃത്തിയുടെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ച് കഴിയുമ്പോൾ അവൻ സ്വയം കുറച്ച് റെസ്ട്രിക്ഷൻസ് പാലിച്ചോളും എന്നാണ് ഇവർ പറയുന്നത്. സോ ഡിസിപ്ലിൻ ത്രൂ സെൽഫ് ഗവൺമെൻറ് വിത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിംഡ് ബൈ ദം. അങ്ങനെ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അവൻ സ്വയം കുറേ കാര്യങ്ങൾ നിയന്ത്രിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളുടെ വീട്ടിൽ പലതും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ ഈ KG ക്ലാസ്സിലും 1ാം ക്ലാസ്സിലൊക്കെ പോയി ചേർന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ സഹപാഠികളുടെ നിന്ന് അത്യാവശ്യം കുറച്ച് തട്ടും മുട്ടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാവും, ഓ ഇങ്ങനെ പോയാൽ പണി കിട്ടും. ദെർഫോർ നമ്മളെ തന്നെ ഒന്ന് ലിമിറ്റ് ചെയ്തു, അല്ല റെഗുലേറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ ഇപ്പോൾ പ്രകൃതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇപ്പോൾ പണ്ടത്തെ അത്ര ഇപ്പോൾ പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കാറില്ല. കഴിഞ്ഞ പ്രളയത്തിന് ശേഷം നമുക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്താൽ പണി കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മഴയൊക്കെ ആകുമ്പോഴേക്കും തോടിനെയൊക്കെ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതി അതിൻ്റെ നിയമങ്ങൾ നമുക്ക് ഫുൾ ഫ്രീഡം തരിക. ഫ്രീഡം വെച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് മനസ്സിലാകും, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാകും. അങ്ങനെ കുട്ടി നാച്ചുറൽ കോൺസിക്വൻസസിലൂടെ എന്ത് ചെയ്യും? അവൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യും എന്നാണ് പറയുന്നത്. അതിന് റൂൾസ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു കുട്ടി ഇപ്പോൾ തൽക്കാലം ഒരു വീടിന് പുറത്ത് നിന്ന് കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടി കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ തന്നെ ചില്ല് പൊട്ടി കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ആ കുട്ടിയെ തല്ലി ചീത്ത പറയാനൊന്നും നിൽക്കണ്ട, പകരം എന്ത് ചെയ്യുക? ആ കുട്ടിയെ അതേ റൂമിൽ കിടത്തി ഉറക്കുക. ചില്ല് പൊട്ടിയത് എവിടെയാണോ അതേ റൂമിൽ കിടത്തി ഉറക്കുക. സ്വാഭാവികമായിട്ടും അതിലൂടെ തണുപ്പ് വരുമ്പോൾ, അദ്ദേഹം അത് പറയാൻ കാര്യം അദ്ദേഹം വെസ്റ്റേൺ കൺട്രീസിലായതുകൊണ്ട് തണവ് അതിലൂടെ കയറി വരും. നമ്മുടെ നാട്ടിൽ അങ്ങനെ തണവ് പറയാനുണ്ടാവില്ല. പക്ഷെ നമുക്കൊരു കാര്യം പറയാം, ചില്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതേ മുറിയിൽ തന്നെ അവനെ കിടത്തുക, അതുകൂടി കൊതുക് കടന്നു വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ അതിൽ നിന്ന് മനസ്സിലാവും, എന്താ വീടിൻ്റെ ചില്ല് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അടുത്ത പ്രാവശ്യം അവൻ കളിക്കുമ്പോൾ അവൻ നാച്ചുറലായിട്ട് അവൻ തന്നെ അവനെ കൺട്രോൾ ചെയ്തോളും. പുറത്ത് നിന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ വളരെ നല്ലതാണ്. സോ ഇതുപോലെ ഫ്രീഡം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുട്ടിയോട് സെൽഫ് ഗവർണിംഗ് റൂൾസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യലാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. റോൾ ഓഫ് ടീച്ചർ എന്ന് പറയുന്നത് ടീച്ചറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ടീച്ചർ ഈസ് ആൻ ഒബ്സർവർ ഓർ ഫെസിലിറ്റേറ്റർ
and his place is behind the screen or curtain. And the teacher provides an ideal environment for natural and harmonious development of the child. കുട്ടിക്ക് വേണ്ട എന്താ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, ആ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്നിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, സപ്ലൈ ദ മെറ്റീരിയൽസ്, ഇത് മാത്രമാണ് ടീച്ചറിൻ്റെ റോൾ. ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ചൈൽഡ്, കുട്ടിക്ക് ഒരുപാട് പ്രാധാന്യം നൽകി. സെക്കൻഡ് തിങ് ഇസ് ദെൻ ഇറ്റ് പ്രൊവൈഡഡ് ന്യൂ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ്ങിന് പുതിയ ചില മെത്തേഡ്സ് പറഞ്ഞു കൊടുത്തു. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ് അക്കോർഡിംഗ് ടു ഹിസ് നാച്ചുറൽ ഇൻട്രസ്റ്റ്, ഇൻക്ലിനേഷൻ ഓർ ആറ്റിറ്റ്യൂഡ്, കുട്ടിയെ അവൻ്റെ നാച്ചുറൽ ഇൻട്രസ്റ്റ്, അവൻ്റെ കഴിവ്, അവൻ്റെ കേപ്പബിലിറ്റി, ഇതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇതൊക്കെ അതായത് ഇത്ര നാൾ ടീച്ചറിനായിരുന്നു ഐഡിയലിസത്തിൽ പ്രാധാന്യമെങ്കിൽ ഇവിടെ കുട്ടിക്ക് പ്രാധാന്യം നൽകി. ഇവിടെ പുതിയ ചില മെത്തേഡ്സ് കൊണ്ടുവന്നു. ഏതൊക്കെയാണ്? പ്ലേ വേ മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ലേണിംഗ് ബൈ ഡൂയിങ്, ഇങ്ങനെ ചില പുതിയ മെത്തേഡ്സ്, ലെക്ചർ, ശ്രവണമനന നിധ്യസന എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറം ചില മെത്തേഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് ഷിഫ്റ്റഡ് ഫ്രം സബ്ജക്ട് സെൻറ്റേഡ് കരിക്കുലം ടു എക്സ്പീരിയൻസ് സെൻറ്റേഡ് കരിക്കുലം. മറ്റേതെങ്ങനെയായിരുന്നു? ഐഡിയലിസത്തിൽ നമ്മൾ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റിനായിരുന്നു പ്രാധാന്യം. ഫിലോസഫി ആയിക്കോട്ടെ, ആ സബ്ജക്റ്റിനായിരുന്നു പ്രാധാന്യം. ഇവിടെ അങ്ങനെ സബ്ജക്റ്റിനല്ല, കുട്ടിയുടെ എക്സ്പീരിയൻസിലൂടെയാണ് അറിവ് ആർജിക്കുന്നത്. അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസിനാണ് പ്രാധാന്യം. സോ എന്ത് സംഭവിച്ചു? എഡ്യൂക്കേഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഷിഫ്റ്റഡ് ഫ്രം സബ്ജക്ട് സെൻറ്റേഡ് കരിക്കുലം ടു എക്സ്പീരിയൻസ് സെൻറ്റേഡ് കരിക്കുലം, ആൻഡ് ഓൾസോ ഫ്രം ടീച്ചർ സെൻറ്റേഡ് ടു ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ. ടീച്ചർ സെൻറ്റേഡ് എന്നുള്ളത് മാറി കുട്ടിക്ക് പ്രാധാന്യം നൽകി. ആൻഡ് ഇറ്റ് എൻകറേജസ് ടു സ്പോണ്ടേനിയസ് സെൽഫ് ആക്ടിവിറ്റി ഓഫ് ദി ചൈൽഡ്, കുട്ടിയുടെ ആക്ടിവിറ്റിക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങി. പക്ഷേ ഇത്രയൊക്കെ പറയുമ്പോഴും യു കുഡ് ഫൈൻഡ് സം ലിമിറ്റേഷൻസ് ഓഫ് കരിക്കുലം. ദേ ആർ എന്താണ്? They are one-sided and unsatisfying as its role emphasizes the natural development of the child in the lap of nature. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി, അൺമ്യൂട്ട് ചെയ്തോളൂട്ടോ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയേണ്ടി വരും. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി അല്ലെങ്കിൽ കുഞ്ഞുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. ഈ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് പ്രകൃതിയുടെ മടിത്തട്ടിലോട്ട് വിട്ടോളൂ, പ്രകൃതി പഠിപ്പിച്ചോളും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിട്ടുകൊടുക്കുമോ നിങ്ങൾ? ഇല്ല. എന്തേ? അങ്ങനെ നമുക്ക് പ്രകൃതി മൊത്തം പ്രകൃതിയിൽ നിന്ന് നാച്ചുറലായിട്ട് പഠിച്ചു വരും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ? കുട്ടിയും പ്രകൃതിയും നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ട് പഠിച്ചോളും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റില്ല. സോ ഇഗ്നേഴ്സ് സോഷ്യൽ, അത് മാത്രമല്ല സോഷ്യൽ, സ്പിരിച്വൽ, മോറൽ, എസ്തെറ്റിക് സൈഡ്, മനുഷ്യനെ അവൻ്റെ ഈ സ്പിരിച്വാലിറ്റി, മൊറാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കുട്ടിയെ പ്രകൃതിയിലോട്ട് അഴിച്ചുവിട്ടാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്നത് അവൻ ആ ഒരു മൃഗം, ഒരു പക്ഷേ ആ രീതിക്കുള്ളൊരു വളർച്ചയായിരിക്കും, ഒരു മനുഷ്യനായിട്ടുള്ളൊരു വളർച്ചയായിരിക്കില്ല അവിടെ വളരാൻ പോകുന്നത്. മൃഗമായി മാറുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മനുഷ്യൻ ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിലോട്ടൊന്നും അവൻ എത്തണം എന്നൊന്നുമില്ല. ആൻഡ് ഒരു ക്ലിയർ കട്ട് ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ ഒന്നും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ കുട്ടി സ്വന്തം ആക്ടിവിറ്റിയിലൂടെ, ലൈഫ് എക്സ്പീരിയൻസിലൂടെ പഠിച്ചു വരും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വി കാൺട്ട് എക്സ്പെക്ട് മച്ച് ഫ്രം ദാറ്റ്. ആൻഡ് ഇറ്റ് ഗീവ്സ് വെരി ലിറ്റിൽ ഇമ്പോർട്ടൻസ് ടു ദ ടീച്ചർ ഇൻ ദ എഡ്യൂക്കേറ്റീവ് പ്രോസസ്. ടീച്ചറിന് കാര്യമായ ഒരു പ്രാധാന്യം നൽകാതെ ടീച്ചർ മാറി നിന്നിട്ട് കുട്ടിയും പ്രകൃതിയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് ടീച്ചർ അതിൻ്റെ സ്റ്റേജ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറയാം. ഒരു പരിധി കൂടുതലെന്ന് നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. പക്ഷേ അപ്പോഴും എടുത്തു പറയാതിരിക്കാൻ വയ്യ, ഒരുപാട് മാറ്റങ്ങൾ നാച്ചുറലിസം ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ വരുത്തിയിട്ടുണ്ട്. കാരണം അത് ഒരു പക്ഷേ ശാസ്ത്രം എന്നുള്ളൊരു ശാഖയെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാനും സൈക്കോളജിക്കലായിട്ടുള്ള കുട്ടിയുടെ നീഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഏതായിരുന്നു? ഈ നാച്ചുറലിസമാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എനി ഡൗട്ട്? താങ്ക് യു.